ഇന്നിപ്പോ പ്രതിഷേധം ശക്തമാക്കാനാണ് തീരുമാനമെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് റോഷിപ്പാൽ ഇന്നിപ്പോ പ്രധാനപ്പെട്ട വാർത്ത? അരുൺകുമാർ, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ നടത്തുന്ന പ്രതിഷേധം, ആ പ്രതിഷേധത്തിന് നേരെ പോലീസ് നടത്തുന്ന നടപടി ക്രൂരമായ അതിക്രമം പോലീസ് നടത്തുന്നു എന്ന ആരോപണമാണ് കോൺഗ്രസ് നേതൃത്വം നേരത്തെ തന്നെ ഉന്നയിച്ചത്. ഇതിന്റെ ഭാഗമായി സംസ്ഥാന പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് വലിയൊരു മാർച്ച് നടത്താനുള്ള തീരുമാനമാണ് ഇന്നലെ ചേർന്ന KPCC യോഗം എടുത്തിരിക്കുന്നത്. നാളെ സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലേക്കും പ്രതിഷേധ മാർച്ച് കോൺഗ്രസ് നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നുണ്ട്. അത് നേരത്തെ തന്നെ ആസൂത്രണം ചെയ്തതാണ്. ഇതിനൊപ്പം തന്നെയാണ് 23-ാം തീയതി സംസ്ഥാന പോലീസ് ആസ്ഥാനത്തേക്ക് തന്നെ കോൺഗ്രസ് നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും അടുത്ത ദിവസങ്ങളിൽ സംസ്ഥാന വ്യാപകമായി കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും നേതൃത്വത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകും. 21-ാം തീയതി KSU DGP ഓഫീസിലേക്ക് മാർച്ച് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ തരത്തിൽ യൂത്ത് കോൺഗ്രസും എല്ലാവരും ഈ പോലീസ് നടപടിക്കെതിരെയുള്ള കടുത്ത പ്രതിഷേധത്തിലേക്ക് വരും ദിവസങ്ങളിൽ ഇറങ്ങും. 20 മുതൽ പ്രതിഷേധങ്ങളാണ് സംസ്ഥാന വ്യാപകമായി നടക്കുക. മുഴുവൻ സംസ്ഥാന നേതാക്കളും പ്രതിഷേധത്തിൽ നേരിട്ടെത്തും എന്നതാണ് പ്രത്യേകത. നേതാക്കളൊക്കെ തെരുവിലേക്ക് ഇറങ്ങാനുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. കാരണം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ നിരവധി സ്ഥലങ്ങളിൽ കരിങ്കൊടി പ്രതിഷേധം നടത്തുന്ന പ്രവർത്തകർക്കെതിരെ കടുത്ത മർദ്ദനം അവർക്ക് ഉണ്ടായി. മാത്രവുമല്ല കയ്യേറ്റം ചെയ്തു എന്ന ആരോപണമാണ് കോൺഗ്രസ് നേതൃത്വവും യൂത്ത് കോൺഗ്രസ് നേതൃത്വവും ഉന്നയിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്നലെ ചേർന്ന KPCC യോഗം 23-ാം തീയതി സംസ്ഥാന പോലീസ് ആസ്ഥാനത്തേക്ക് മാർച്ച് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നാളെ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന സമരത്തിൽ 5 ലക്ഷത്തോളം പ്രവർത്തകർ അണിനിരക്കുമെന്നാണ് KPCC അധ്യക്ഷൻ K. സുധാകരൻ പറഞ്ഞത്. റോഷിപ്പാൽ 5 ലക്ഷം പേരെ അണിനിരത്തി പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നു. തിരുവനന്തപുരത്തേക്ക് നവകേരള സദസ്സ് യാത്ര നാളെ എത്തുകയാണ്. ഗവർണർക്കെതിരെയുള്ള പോരാട്ടം SFI ഘടിപ്പിക്കുന്നുണ്ട്. വരാൻ പോകുന്ന ദിവസങ്ങൾ പ്രതിഷേധങ്ങളുടെയും സമരങ്ങളുടെയും ദിവസമാണെന്ന സൂചനയാണോ? അതല്ല ഒരു ഇടവേളയ്ക്കു ശേഷം കുറ്റവിചാരണ സദസ്സിൽ വലിയ ആൾക്കൂട്ടത്തെ എത്തിക്കാൻ കഴിയാതെ പോയത് ഈ നാളത്തെ മാർച്ചിലൂടെ പരിഹരിക്കാനാണോ KPCCയുടെ തീരുമാനം? അരുൺകുമാർ, ഈ കുറ്റവിചാരണ സദസ്സിൽ വലിയ ജനക്കൂട്ടത്തെ എത്തിക്കാൻ കഴിഞ്ഞില്ല. ആസൂത്രണത്തിൽ വലിയ പിഴവ് സംഭവിച്ചുവെന്ന് കോൺഗ്രസ്, മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള എല്ലാ ഘടകകക്ഷികളടക്കം അത്തരം അഭിപ്രായം അവർക്കുണ്ട്. കാരണം ഈ സർക്കാരിന്റെ പ്രത്യേകിച്ച് നവകേരള സദസ്സ് ഓരോ നിയോജക മണ്ഡലങ്ങളിൽ എത്തുമ്പോൾ അവിടെയുള്ള ജനസാന്നിധ്യം അത് വലിയ വെല്ലുവിളിയായി മാറും. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഇതിനെ തുറന്നു കാട്ടാൻ, സർക്കാരിന്റെ ഈ ഒരു പരിപാടിയെ തുറന്നു കാട്ടാൻ, അത് ജനവിരുദ്ധ പരിപാടിയാണെന്ന് തുറന്നു കാട്ടാനുള്ള ശ്രമമായിരുന്നു നവകേരള സദസ്സിലൂടെ UDF ഉദ്ദേശിച്ചത്. പക്ഷേ അത് ഫലവത്തായില്ല. ഏതായാലും ഈ നവകേരള സദസ്സിനെതിരെയുള്ള പ്രതിഷേധം പലയിടങ്ങളിലും കടുത്തപ്പോൾ അവിടെ പ്രവർത്തകർക്ക് വലിയ തോതിൽ മർദ്ദനമേറ്റിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ പ്രവർത്തകർക്ക് ഈ സർക്കാരിനെതിരെ കടുത്ത വികാരം ഉയർന്നു കഴിഞ്ഞു. വലിയ പ്രക്ഷോഭം സംസ്ഥാന വ്യാപകമായി നടത്തണമെന്ന ഒരു വികാരമുണ്ട്. പക്ഷേ ആ തരത്തിൽ ഒരു സംസ്ഥാന വ്യാപകമായ പ്രതിഷേധം ഏകോപിപ്പിക്കാൻ കോൺഗ്രസോ യൂത്ത് കോൺഗ്രസ് നേതൃത്വമോ ഇതുവരെ തയ്യാറായില്ല. കഴിഞ്ഞ യൂത്ത് കോൺഗ്രസിന്റെ സെൻട്രൽ എക്സിക്യൂട്ടീവ് പോലും ഒരു സാംസ്കാരിക പ്രതിരോധം സംഘടിപ്പിക്കണമെന്ന തീരുമാനത്തിലേക്കാണ് എത്തിയത്. അതിനപ്പുറത്തേക്ക് തെരുവിലിറങ്ങിയുള്ള വലിയ ഒരു പ്രതിഷേധത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നില്ല. 20-ാം തീയതി ഈ നവകേരള സദസ്സ് തിരുവനന്തപുരത്തേക്ക് കടക്കുന്നതിന് തൊട്ടുമുമ്പ് പ്രതിഷേധ പരിപാടി തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് വ്യാപകമായ ഒരു പ്രതിഷേധത്തിന് യൂത്ത് കോൺഗ്രസും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി പ്രവർത്തകരുടെ സമ്മർദ്ദം കൂടി കണക്കിലെടുത്താകാം ഒരുപക്ഷെ പോലീസ് ആസ്ഥാനത്തേക്ക് തന്നെ ഒരു വലിയ സമരത്തിന് കോൺഗ്രസ് നേതൃത്വം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇനി അങ്ങോട്ട് കോൺഗ്രസ് അല്ലെങ്കിൽ പ്രതിപക്ഷം വലിയ സമരത്തിലേക്ക് ഇറങ്ങുമെന്നതിന്റെ സൂചന കൂടിയായി നമുക്ക് ഈ നാളെ മുതൽ തുടങ്ങുന്ന പ്രക്ഷോഭത്തെ കാണേണ്ടി വരും. അരുൺകുമാർ.